പെൺകുട്ടികൾ മുഴുവൻ റോഡിലൂടെ ഫോൺ വിളിച്ച് നടക്കുന്ന കാഴ്ചയാണ് അദ്ദേഹം കണ്ടത് എന്നാണ് പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പോലും ഇത്രയും ഫോൺ കോൾ ഉണ്ടാവില്ല, എല്ലാം പഠിക്കുന്ന കുട്ടികളാണ്, ഇവരൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നൊരു പരാമർശമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. ഇവരെ സംസ്കാരം പഠിപ്പിക്കണമെന്ന് കൂടി സലിംകുമാർ പറയുന്നു. കോഴിക്കോട് DCC സംഘടിപ്പിച്ച ത്രിവർണോത്സവം പരിപാടിയിലാണ് സലിംകുമാറിന്റെ ഈ പരാമർശം. അതൊന്ന് കേൾക്കാം. റോട്ടിലൂടെ പോകുന്ന പെൺപിള്ളേരെല്ലാം മൊബൈൽ ഫോൺ പിടിച്ചിട്ട് സംസാരിച്ചിട്ടാണ് പോകുന്നത്. അവർക്ക് ഇത്ര ഇന്ത്യ ഭരിക്കുന്ന മോദിക്കുണ്ടാവൂല ഈ തിരക്ക്, നടക്കുന്ന വഴി ഫോൺ ചെയ്തിട്ട് പോവുക. ഇവര് എന്തെന്നാണ് ഈ പറയണത്? ആരോടാ? പഠിക്കുന്ന പിള്ളേരാണ് ഇത്. ഞാൻ എല്ലാം ചെക്ക് ചെയ്തു, വരുന്ന സകല പിള്ളേരും ശ്രദ്ധിക്കുന്നേ ഇല്ല. ഈ ഫോണില് ഓണടിക്കുമ്പോൾ മാറും, അതുമില്ല. അപ്പോ നമ്മുടെ തലമുറയെ സംസ്കാരം എന്താണെന്ന് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഈ വിഷയം ചർച്ച ചെയ്യാൻ നമ്മളോടൊപ്പം അതിഥികളായിട്ട് രാഹുൽ ഈശ്വറും മാളവിക ബിന്നി അധ്യാപികയാണ്. ഇവർ രണ്ടുപേരുമാണ് ചേരുന്നത്. ആദ്യം രാഹുൽ ഈശ്വറിലേക്ക് തന്നെ പോവുകയാണ്. രാഹുൽ റോഡിലൂടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ, വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെ ദീർഘ ഇടങ്ങളിൽ പെൺകുട്ടികളെല്ലാം ഫോൺ പിടിച്ച് നടക്കുകയാണോ? ഈ സലിംകുമാർ പറഞ്ഞതിന്റെ ആകെത്തുക എന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത്? അതിനോട് യോജിക്കുന്നുണ്ടോ? ശ്രീ പ്രജീഷ്, ശ്രീ സലിംകുമാർ പറയുന്നത് സ്പിരിറ്റ് നമ്മളെല്ലാം കാണുന്നതല്ലേ. മൊബൈൽ ഫോണിന്റെ അമിതോപയോഗം നമ്മുടെ യുവാക്കളിലും യുവതികളിലും കൂടുതലല്ലേ. ഒരു ഡിജിറ്റൽ ഡീടോക്സിഫിക്കേഷൻ വേണമെന്ന് ഡോക്ടർമാരും സമൂഹത്തിലെ വിദ്യാഭ്യാസ വിദഗ്ധരും പറയുന്ന അവസ്ഥയല്ലേ. പലപ്പോഴും മൊബൈൽ ഫോണിന്റെ മിസ്യൂസ് ഉണ്ടാകാറില്ലേ. ആ മൊബൈൽ ഫോണിന്റെ മിസ്യൂസിലൂടെ ലഹരി, ബാക്കി കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലോട്ട് വരുന്നില്ലേ. നമ്മുടെ നാട്ടിലെ പ്രമുഖ ചില ലഹരി പാർട്ടികൾ അറേഞ്ച് ചെയ്തത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മൊബൈൽ ഫോണിലൂടെയുമാണെന്ന് കണ്ടെത്തിയിട്ടില്ലേ. ഒരു നിമിഷം, ഈ സാമൂഹ്യ പശ്ചാത്തലം എല്ലാം നിൽക്കുന്നു. മൊബൈൽ ഫോൺ എങ്ങനെ ഉപയോഗിക്കണം, ഗാഡ്ജറ്റ്സ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എന്തൊക്കെയാണ് ഇതുവഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വലിയ തോതിൽ വീടുകളിൽ മാത്രമല്ല സ്കൂളുകളിലും വിദ്യാലയങ്ങളിലും ഒക്കെ ഇടപെടൽ നടത്തേണ്ട സമയവുമാണ്. പക്ഷേ പൊളിറ്റിക്കലി കറക്റ്റ് ആണോ? സാധാരണ നിലയിൽ പറയേണ്ട വാക്കുകളിലാണോ അദ്ദേഹം പറയുന്നത്? അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തി അദ്ദേഹം ഈ യാത്ര ചെയ്ത് പോകുന്ന ദൂരം അത്രയും പെൺകുട്ടികളെ മാത്രമേ കാണുന്നുള്ളൂ? അല്ലെങ്കിൽ ഈ അദ്ദേഹത്തിന്റെ വാക്കുകളുടെ വ്യംഗ്യമെടുത്താൽ ഫോണിന്റെ മറുതലയ്ക്കൽ മറ്റേതോ ആൺകുട്ടിയാണ് എന്നതാണല്ലോ. ഈ ആൺകുട്ടികളെ കാണാതെ പോകുന്നുണ്ടോ? ആൺകുട്ടികൾ ഫോൺ ചെയ്യുന്നത് കാണാതെ പോകുന്നുണ്ടോ? അത് ഈ പെൺകുട്ടികളെ മാത്രം സംസ്കാരം പഠിപ്പിക്കണം എന്നതിലേക്ക് ഒതുക്കുന്നത് അതിന്റെ യുക്തി ഇല്ലായ്മയാണ് ചോദിക്കുന്നത്. അങ്ങനെയല്ല ശ്രീ പ്രജീഷ്, ദയവായി ശ്രദ്ധിക്കുക. ഇത് പൊളിറ്റിക്കലി കറക്റ്റ് ആകേണ്ട വിഷയമല്ല, എത്തിക്കലി കറക്റ്റ് ആകേണ്ട വിഷയമാണ്. രാഷ്ട്രീയമായ ശരിയല്ല, ധാർമ്മികമായ നൈതികമായ ശരിയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ ആൺകുട്ടികൾ പലപ്പോഴും വഴിതെറ്റി പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഡ്രഗ്സിന്റെ ലോകത്തിലേക്ക്, അൺഎത്തിക്കൽ ബിഹേവിയറിന്റെ ലോകത്തിലേക്ക്, തെറ്റിന്റെ ലോകത്തിലേക്ക് അവർ പലപ്പോഴും വഴുതി വീഴുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ശ്രീ സലിംകുമാർ ഒരുപക്ഷെ മുതിർന്ന ഒരു അച്ഛന്റെയോ ജ്യേഷ്ഠന്റെയോ ഒക്കെ സ്ഥാനത്ത് നിന്ന് പറയുകയാണ്. എല്ലാത്തിനെയും ഈ സദാചാര പോലീസാണ് അപ്പുറത്തുനിന്ന് കണ്ണിലൂടെ കാണരുത്. വരുന്നൊരു തലമുറ ഇവിടെ നിലനിന്ന് പോകണം. അവർക്ക് കുടുംബം വേണം, കല്യാണം വേണം, സംവിധാനങ്ങൾ വേണം. ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ലാത്ത തീവ്ര ഫെമിനിസ്റ്റ് ലൈനിൽ നിന്ന്, തീവ്ര ഫെമിനാസി ലൈനിൽ നിന്ന് ഇതിനെ എല്ലാം മോശമാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. സലിംകുമാറിന്റെ ആ ഇൻഹിബിഷൻ ഈ നാട്ടിലെ എല്ലാവരുടെയും ഉള്ളിലുള്ള ഇൻഹിബിഷനാണ്. അത് യഥാർത്ഥത്തിൽ അദ്ദേഹം പറയാൻ കാണിച്ച ധൈര്യത്തെ, ശ്രീ സലിംകുമാർ കാണിച്ച ധൈര്യത്തെ ശ്രീ പ്രജീഷ് അടക്കമുള്ളവർ എതിർക്കുമെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹം കാണിച്ച ധൈര്യത്തെ അഭിനന്ദിക്കണം. നമ്മുടെ കുട്ടികളെ അങ്ങ് പേര് തെറ്റി പറഞ്ഞാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഞാനും ഒരു പേരന്റാണ്, 2 പെൺകുട്ടികൾ ഉള്ളതാണ്. അവരുടെ മൊബൈൽ ഫോൺ ഉപയോഗവും അവരുടെ ടെലിവിഷൻ ഉപയോഗവും ഒക്കെ കഴിയുന്ന രീതിയിലൊക്കെ ശ്രദ്ധിക്കുന്ന ആളുമാണ്. എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന കാര്യത്തിലൊക്കെ പരിശോധിക്കുന്ന ആളുമാണ്. അത്തരം ആശങ്ക ഒരു പിതാവെന്ന നിലയിൽ, ഒരു രക്ഷിതാവെന്ന നിലയിൽ എനിക്കുണ്ട്. അക്കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷേ അത് പറയേണ്ടത് ഇങ്ങനെയാണോ? ആ പറയുന്നത് ഈ അർത്ഥത്തിലാണോ? റോഡിലൂടെ പോകുമ്പോൾ പെൺകുട്ടികളെല്ലാം മൊബൈൽ ഫോണിൽ വിളിച്ചുകൊണ്ട് പോകുന്നു, പെൺകുട്ടികളെ മാത്രമേ കാണുന്നുള്ളൂ. എന്താണ് ആൺകുട്ടികളെ കാണാതെ പോകുന്നത്? മറുതലയ്ക്കൽ ആൺകുട്ടികളാണ് എന്ന വ്യംഗ്യത്തിൽ തന്നെയല്ലേ അദ്ദേഹം സംസാരിച്ചു വയ്ക്കുന്നതും? അവിടെ ഒരു പ്രശ്നമില്ലേ? ഈ വിഷയത്തെ അഡ്രസ് ചെയ്യുന്നതിൽ കുറെ കൂടി തുറന്ന മനസ്സ് കാണിക്കണ്ടേ? അല്ലെങ്കിൽ നമ്മുടെ പഴയൊരു മാളത്തിലിരുന്നാണോ ഇതിനെ കാണേണ്ടത്? ഞാൻ സത്യസന്ധമായി പറയട്ടെ, ഞാൻ അത് ഒന്ന് അങ്ങയുടെ പേര് ക്ഷമിക്കണം, ഞാൻ കാണുന്നില്ല, എനിക്ക് കാണാൻ കഴിയുന്നില്ല അപ്പുറത്തുള്ള, അതുകൊണ്ട് ക്ഷമിക്കണം. അതിന് ക്ഷമ ചോദിച്ചുകൊണ്ട്, നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ലേ? ഈ ആൺപെൺ യാന്ത്രിക സമത്വവാദം പറയുന്നതിൽ അർത്ഥമുണ്ടോ? നമ്മൾ ആണുങ്ങൾ പലപ്പോഴും വെളിയിറങ്ങുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നതിന്റെ ഇരട്ടി പ്രശ്നങ്ങളല്ലേ നമ്മുടെ പെൺകുട്ടികൾ അനുഭവിക്കുന്നത്? നമ്മുടെ ആണുങ്ങളെ ഏതെങ്കിലും പെൺകുട്ടി വളച്ചു കെട്ടി ചീറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ? ഏതെങ്കിലും പെൺകുട്ടി പുറകെ നടന്ന് നമ്മളെ ഏതെങ്കിലും തെറ്റായ വഴിയിലേക്ക് ഒരുപക്ഷെ 10,000-ൽ 1 കാണാം ശ്രമിക്കാറുണ്ടോ? പലപ്പോഴും നമ്മുടെ പെൺകുട്ടികൾ
പെൺകുട്ടികളെ അല്ലേ സമൂഹത്തിലെ വൃത്തികെട്ടവന്മാരും പെർവേർട്ടുകളും ടാർഗറ്റ് ചെയ്യുന്നത്? എന്റെ അനിയത്തി, എനിക്ക് 2 മക്കളാണ്, എന്റെ അനിയത്തിയോ അല്ലെങ്കിൽ എന്റെ ഒരു കുട്ടിയോ വൈകിട്ട് വെളിയിൽ ഇറങ്ങുമ്പോൾ മോളെ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞാൽ അവളോടുള്ള സ്നേഹവും കരുതലും കൊണ്ടാണ്. നടക്കുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ സുരക്ഷാ പ്രശ്നം തന്നെയാണ്. നമ്മൾ ഫോൺ ഉപയോഗിച്ച് നടന്നാൽ, വാഹനങ്ങൾ വരുന്ന റോഡിലൂടെ ഇങ്ങനെ ഫോൺ ഉപയോഗിച്ച് നടക്കുന്നതിൽ ഒരു സുരക്ഷാ പ്രശ്നമുണ്ട്. അതെങ്ങനെയാണ് പെൺകുട്ടികൾക്ക് മാത്രം ബാധകമാകുന്നത്? ഇപ്പോൾ രാഹുൽ കൂടി പോകുന്നുണ്ട്, മറ്റു വിഷയങ്ങളിലേക്ക് ഉൾപ്പെടെ പോകുന്നുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം ഇതെങ്ങനെയാണ് പെൺകുട്ടികൾക്ക് മാത്രം ബാധകമാകുന്നത്? ഞാൻ മറച്ചു വെക്കുന്നത് എന്തിനാ? സുരക്ഷാ പ്രശ്നമല്ല ഉദ്ദേശിച്ചത്. എന്തിനാ ഞാൻ മറച്ചു വെക്കുന്നത്? സത്യസന്ധമായി പറഞ്ഞാൽ സുരക്ഷാ പ്രശ്നമല്ല ഉദ്ദേശിച്ചത്. ഫാമിലി, സെക്ഷുവാലിറ്റി, റിലേഷൻഷിപ്പ്, എത്തിക്സ്, ആ ധാർമ്മികത എന്ന വിഷയം തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. നമുക്കെല്ലാം അറിയാലോ എന്തിനാ മറച്ചു വെച്ച ആക്സിഡന്റിന്റെ കാര്യമാണെന്ന് പറയുന്നത്. നമ്മുടെ പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്ന ആഭാസന്മാർ, ഡിജിറ്റൽ മേഖലയിലെ പെർവേർട്ടുകൾ, ഓരോ 40 മിനിറ്റിലും ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെടുന്ന ഇന്ത്യയിൽ ഒരു വീട്ടുകാർക്ക് മനസ്സിൽ വേവലാതിയാണ്, അവർക്ക് ടെൻഷനാണ്. ആ ടെൻഷൻ ഒരു അച്ഛൻ എന്ന നിലയിൽ, സമൂഹം എന്ന നിലയിൽ ശ്രീ സലിംകുമാർ റിഫ്ലക്ട് ചെയ്യണ്ടേ? ഇതൊന്നും ഇങ്ങനെയൊന്നുമില്ല. നമ്മുടെ പെൺകുട്ടികൾ ഏറ്റവും സുരക്ഷിതമായ രാജ്യത്താണ് ജീവിക്കുന്നതെന്ന് പറയണോ? ഓരോ 40 മിനിറ്റിലും ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെടുന്ന തമിഴ്നാട്ടിലെ കാര്യം നോക്കിയാൽ കോളേജ് ക്യാമ്പസിൽ പോലും സേഫ് അല്ലാത്ത ഒരുപാട് പോക്സോ കേസുകൾ അടക്കം കൂടുന്ന ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ പെൺകുട്ടികളെ എക്സ്ട്രാ കെയർ ചെയ്ത് വളർത്തണം. അവർക്ക് കുറച്ച് നീരസമൊക്കെ തോന്നും, കുഴപ്പമില്ല. നമ്മളോടൊപ്പം മാളവിക ബിന്നി അധ്യാപിക കൂടി ചേരുന്നുണ്ട്. മാളവിക, നോക്കൂ, നമ്മളൊക്കെ ക്വീൻ എന്ന ഒരു മലയാളം സിനിമയിൽ ശ്രീ സലീം കുമാർ പറഞ്ഞ ആ ഡയലോഗ്, ഏതാണ് അസമയം, എന്താണ് അസമയം എന്നൊക്കെ ചോദിച്ചപ്പോൾ, നമ്മുടെ പെൺകുട്ടികൾക്കും വഴിയിലിറങ്ങി നടക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ നമ്മളൊക്കെ കൈയടിച്ചതാണ്. ആ നടനിൽ നിന്ന് ഇത്തരം ഒരു പരാമർശം കേൾക്കുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ ചെറിയൊരു വിഷമമുണ്ട്. ഇപ്പോൾ രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്, ഡിജിറ്റൽ ഡീടോക്സിഫിക്കേഷന്റെ കാര്യം പറയുന്നു, പെൺകുട്ടികൾ വഴിതെറ്റി പോകുന്നു, അതിനെയൊക്കെയാണ് സലീം കുമാർ അഡ്രസ്സ് ചെയ്തത് എന്ന് പറയുന്നു. താങ്കൾക്ക് ഇതിൽ എന്താണ് പറയാനുള്ളത്? ഇത് ഒന്ന് ക്യാരക്ടറും യഥാർത്ഥ ആളും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടല്ലോ. അങ്ങനെ ഒരു സിനിമയിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതിയ ഒരു ഡയലോഗ് പറയുമ്പോഴും അത് ഉൾക്കൊണ്ടല്ലാതെയാണ് അദ്ദേഹം അത് പറഞ്ഞതെന്നാണ് എനിക്ക് ബോധ്യപ്പെടുന്നത്. എനിക്ക് സലീംകുമാർ വലിയ ഇഷ്ടമുള്ള ഒരു നടനാണ്. വളരെ അടുത്ത് തന്നെ അദ്ദേഹം എന്താണ് തന്ത വൈബിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. അതൊന്നും പറയുന്നില്ല. പക്ഷെ പലപ്പോഴും ഈ ഒരു മനോഭാവം ഉണ്ടല്ലോ, അതായത് നോവല് ഈ ലോകത്ത് ആദ്യം ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു സെറ്റ് ഓഫ് അന്നും അമ്മാവൻ മനോഭാവം ഉണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞു നോവൽ മനുഷ്യരെ അല്ലെങ്കിൽ കുട്ടികളെ പർട്ടിക്കുലർ യങ് ആയിട്ടുള്ള യുവതയെ വഴിതെറ്റിക്കുന്ന കാര്യമാണ് നോവൽ, അതുകൊണ്ട് നോവൽ നിരോധിക്കണമെന്ന് പറഞ്ഞു. TV വന്നു കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു TV എന്ന് പറയുന്നത് വലിയ വിപത്താണ്, അതുകൊണ്ട് അത് നിരോധിക്കണമെന്ന് പറഞ്ഞു. മൊബൈൽ ഫോണിൽ ഇതേ കാര്യം, മൊബൈൽ ഫോൺ ആദ്യം വന്നപ്പോൾ ഇത് പറഞ്ഞു, അത് കഴിഞ്ഞ് മൊബൈൽ ഫോണിൽ ഇന്റർനെറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഇതേ വാദങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഈ നിയന്ത്രണങ്ങളുടെ ഒരു ഭാഷ യൂസ് ചെയ്യുന്നത് ആർക്കെതിരെയാണെന്ന് നോക്കിയാൽ അത് വളരെ കൃത്യമായിട്ട് ഇവിടെ സ്ത്രീകൾക്കെതിരെയും യുവാക്കൾക്കെതിരെയും, ഇൻ ജനറൽ പെൺകുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല ഇൻ ജനറൽ യുവാക്കൾക്കെതിരെയുമാണ് ഈ നിയന്ത്രണത്തിന്റെ ഭാഷ നിരന്തരമായിട്ട് യൂസ് ചെയ്യപ്പെടുന്നത്. ഇവിടെ കുറച്ചു മുമ്പ് രാഹുൽ ഈശ്വർ ഫാമിലിയുടെ കാര്യവും സെക്ഷുവാലിറ്റിയുടെ കാര്യവും ധാർമ്മികതയുടെ കാര്യമൊക്കെ പറഞ്ഞു. ഇതിന്റെ എല്ലാം ബാധ്യത എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ ചുമലിൽ മാത്രമാണോ? അതായത് നമ്മൾ പെൺകുട്ടികളുടെ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവരെ നിയന്ത്രിച്ചുകൊണ്ടാണോ നമ്മൾ ആ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത്, അതോ ഈ നേരത്തെ പറഞ്ഞ ആഭാസന്മാരെ നമ്മൾ തുറങ്കിലടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആഭാസന്മാരെ നിയന്ത്രിച്ചുകൊണ്ടോ? അവരെ നമുക്ക് ആർക്കും നിയന്ത്രിക്കാൻ പറ്റില്ല, അവരങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും എന്നൊരു ലോജിക്ക് നമ്മൾ ഇന്റേണലൈസ് ചെയ്ത് കഴിഞ്ഞു, അത് നോർമലൈസ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് എന്താ, നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ വീട്ടിലിരുത്തണം. നമ്മുടെ പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യത്തിനുള്ള, അവർക്ക് പുറം ലോകം അറിയാനുള്ള ഏതൊക്കെ ഉപാധികളുണ്ടോ ആ ഉപാധികളെല്ലാം നമ്മൾ തടഞ്ഞു വെക്കണം. ശരിയാണ്. അങ്ങനെ ചില മുനകൾ കൂടിയുണ്ട് സലീംകുമാറിന്റെ വാക്കുകളിൽ. അതുകൊണ്ടാണ് അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. അല്ലാതെ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ മൊത്തത്തിൽ ഇങ്ങനെയുള്ള ഒട്ടേറെ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മുടെ പുതിയ തലമുറ മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഡിജിറ്റൽ ഡീടോക്സിഫിക്കേഷൻ ആവശ്യമായി വരുന്ന ഘട്ടത്തിലേക്ക് പോലും എത്തുന്നുണ്ട്. എനിക്ക് തന്ത വൈബ് ഉണ്ട് വേണം. ഞാനൊരു തന്തയാണ്, ഞാൻ 2 പിള്ളേരുടെ അച്ഛനാണ്. എനിക്കൊരു തന്ത വൈബ് വേണം. തന്തയ്ക്ക് യഥാർത്ഥത്തിൽ തന്ത വൈബാണ് വേണ്ടത്. നമ്മുടെ സമൂഹത്തിൽ ഇതാണ് പ്രശ്നം. ദയവായി നിങ്ങൾ ശ്രദ്ധിക്കുക. അച്ഛനെന്ന, തന്തയെന്ന, പിതാവെന്ന വാക്കുപോലും ഫെമിനാസികൾ അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകൾ പ്രശ്നവൽക്കരിക്കുകയാണ്.
ഒരു അച്ഛന് പിന്നെ എന്തിന്റെ വൈബാണ് വേണ്ടത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു അമ്മയ്ക്ക് എന്തിന്റെ വൈബാണ് വേണ്ടത്? അച്ഛൻ അറിയാന്നാണോ മോനെ വിളിക്കേണ്ടത്? എത്ര കാലം കഴിഞ്ഞാലും അച്ഛൻ വിഷയത്തിലേക്കാണ് ടീച്ചർ ചർച്ച കൊണ്ടുപോയത് എന്ന് കരുതുന്നില്ല. അത് നേരത്തെ സലീം കുമാറിനെ പരാമർശിച്ച് പറഞ്ഞതാണ്. അല്ലാതെ അങ്ങനെ ഒരു വിഷയത്തിലേക്ക് അത് കൊണ്ടുപോയതല്ലോ, അങ്ങനെ ഒരു വിഷയമല്ലല്ലോ ഇവിടെ മുന്നോട്ട് വെച്ചത്. അതിനുശേഷം മാളവിക എനിക്ക് ബഹുമാനക്കുറവൊന്നുമില്ല, പക്ഷേ ഒരു വരി മാത്രം, ഈ തന്ത വൈബ് എന്ന് പറയുന്നത് പോലും പ്രശ്നവൽക്കരിക്കുന്നതാണ് ഈ കാലഘട്ടത്തിന്റെ യാഥാർത്ഥ്യം. ഒരച്ഛന് അച്ഛന്റെ വൈബാണ് വേണ്ടത്, അമ്മയ്ക്ക് അമ്മയുടെ വൈബാണ് വേണ്ടത്, അല്ലാതെ എന്തായാലും ഇത് തർക്കം തന്നെയാണ്. നമുക്ക് രാഹുൽ ഈശ്വർ, ശ്രീ മാളവിക ബിന്നി രണ്ടുപേർക്കും നന്ദി.